സർവേ തമസി, എല്ലാവർക്കും പ്രണാമം. ഇവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം, ഒരു വ്യക്തി ചോദിച്ച സംശയം തീർക്കാൻ വേണ്ടി പറയുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം ചോദിച്ചത്, ഇപ്പോൾ സ്വാമി അങ്ങനെയാണ് അഭിസംബോധനിച്ചത്. സ്വാമി പറയുന്നുണ്ട്, ആത്മസാക്ഷാത്കാരം കിട്ടി ഒരു വ്യക്തി പരമാത്മഭാവത്തിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തികളും ഉദ്ദേശിക്കുന്ന അവരുടേതായ കാര്യസാധ്യതകളെല്ലാം ആ വ്യക്തിക്ക് തീർത്തു കൊടുത്തുകൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റായ ധാരണകളാണത്. അങ്ങനെയൊന്നുമില്ല. പരിവർത്തനം വന്ന ഒരാൾ, ഒരു പുനരുദ്ധാരണം സംഭവിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാളെന്ന് വിചാരിക്കുക. അയാൾ പരിപാവനവും പരിശുദ്ധവുമായ ഒരു മാനസിക വികാസത്തിൻ്റെ അർത്ഥത്തിലായിരിക്കണേ. അതുകൊണ്ട് അയാൾക്ക് ദുഃഖങ്ങളും പ്രശ്നങ്ങളൊന്നും കയറി വരുന്നില്ല, അയാളിലേക്ക് കയറി വരുന്നില്ല. അയാൾ ശാന്തി സമാധാനത്തോടുകൂടിയും ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ വളരെ പരിപൂർണമായ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാളാണ്. അയാളിൽ മറ്റുള്ള വാസനകളും കാര്യങ്ങളും കർമ്മബന്ധങ്ങളൊന്നും വരുന്നില്ല. ശുദ്ധമായി പൂർവിക വാസന, പാരമ്പര്യ കർമ്മ അതൊന്നും ആത്മാവിനെ തീണ്ടുന്നില്ല. ശരീരത്തിൻ്റെ ഭാഷ വേറെയാണ്. ആത്മാവിനെ അത് ബാധിക്കുന്നില്ല എന്ന് അയാൾക്കറിയാൻ പറ്റും. കാരണം അയാൾ അന്തരംഗത്തിൽ, അയാളുടെ ഹൃദയത്തിൽ എല്ലാം നടക്കുന്ന പരിവർത്തനത്തിൻ്റെ ഭാഗമായി അയാൾക്കത് ബോധ്യം വരും. ക്രമത്തിൽ ബോധ്യം വരണമാണ്, പെട്ടെന്നൊന്നല്ല ബോധ്യം വരുന്നത്, അനുഭവത്തിലൂടെയാണ് അത് മനസ്സിലായി വരുന്നത്. അങ്ങനെ മനസ്സിലായി വന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഞാൻ ആത്മാവാണെന്നും ആത്മാവിന് ഇതൊന്നും ബാധകമല്ലെന്നും ഒക്കെ മനസ്സിലാവുന്നത് ഈ ആത്മസാക്ഷാത്കാരം, ഈ ഒരു പുനരുദ്ധാരണം നടന്നതിന് ശേഷം മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, അങ്ങനെ വരുന്നൊരാൾ പരമാത്മാവിനെ പോലെ ഇരിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ ഇരുന്ന് ചെയ്യാമല്ലോ എന്നാണ്. തെറ്റായ ധാരണയാണ്, ഒരവസ്ഥയാണത്. ആ വക കർമ്മ പ്രക്രിയയുടെ ഒരു ബന്ധമില്ല. ആത്മാവിൻ്റെ പരിപാവനമായ ഒരു അവസ്ഥയിലിരുന്ന് അത് അനുഭവം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് മോക്ഷം കിട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥയിലേക്ക് വന്നൊരു വ്യക്തി. ആത്മസാക്ഷാത്കാരത്തിൽ വന്നൊരു വ്യക്തി പറയണേ, മറിച്ച് പല ഉദ്ദേശത്തോടു കൂടി വന്നു ആത്മസാക്ഷാത്കാര സമയത്ത് വേറെ പല സിദ്ധികളുടെയോ അല്ലെങ്കിൽ വേറെ വല്ല വാസനകളോടു കൂടിയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതോടുകൂടി കൂടെ ഇരിക്കും. ഇതല്ല, പൂർണ്ണമായ ശൂന്യമായ എന്ന് പറഞ്ഞാൽ തൻ്റെ ബോധതലത്തിൽ, തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, തൻ്റെ ശരീര കോശങ്ങളിലൊന്നും പഴയതായിട്ട് ഒന്നും പാടില്ല. അതൊക്കെ നീക്കം ചെയ്തൊരു പുതിയ എനർജിയാൽ, അത് ആത്മാവിനാൽ നിറഞ്ഞ് ആത്മസാന്നിധ്യത്താൽ അനുഭൂതിയാൽ ഇരുന്ന ആത്മാനുഭൂതി അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. സിദ്ധികൾ അതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതേ തന്നെ ആത്മാവ് കുണ്ടലിനി എന്നൊക്കെ പറയുന്ന സാക്ഷാത്കാരാവസ്ഥയിൽ അയാൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന സങ്കല്പങ്ങളും മനോഗതി അനുസരിച്ചിട്ട് അതോടുകൂടി ആ കർമ്മം അങ്ങനെ ചെയ്തൊക്കെ പോകുന്നവരുണ്ട്. ആ ശക്തി അങ്ങനെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്. പരിഭാവനും പരിശുദ്ധവുമായ ഹൃദയശുദ്ധി വന്ന ഒരു വ്യക്തി എപ്പോഴും ശുദ്ധമായ ഒരു വെളിച്ചത്തിലാണ്, ഒരു അറിവിലാണ്, ബോധത്തിലാണ് ഇരിക്കണേ. ഇതൊന്നും അയാളെ ബാധിക്കുന്നില്ല. അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിത്യാനന്ദം അനുഭവിക്കുന്നില്ല. ആ പരിവർത്തനം വന്ന ആത്മാവിൻ്റെ ആ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ തന്നെ സ്ഥായിയായിരുന്നു കൊണ്ട് അതിൻ്റെ സ്വഭാവമായ ആനന്ദം, അനുഭൂതി അയാൾ അനുഭവിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് അയാൾ അനുഭവിക്കുന്നു. നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ അതിൽ കുറേ വാസനകളും വേണ്ടാത്ത കർമ്മ ഉദ്ദേശങ്ങളൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ വഴിക്ക് പോവുള്ളൂ. ഞാൻ അതിൽ നിന്ന് ഭിന്നമായി നിന്ന് അതിനെ ഒക്കെ മറികടന്നുകൊണ്ട് അതിനൊന്നും ഉൾക്കൊള്ളാതെ അതൊന്നും വന്ന് ചേരാതെ ആത്മാവിനാൽ പൂരിതമായ ഒരു വ്യക്തി ആത്മാനന്ദത്താൽ തന്നെ ഇരിക്കുന്നു. അതിന് ബ്രഹ്മാനന്ദം എന്ന് പറയും. അവിടെയാണ് പരിശുദ്ധി, പരിഭാവന പരിശുദ്ധിയാണ് ഈശ്വരി അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യമെന്ന് അവരതുകൊണ്ടാണ് പറയണത്. അതൊന്നും ഇല്ലാത്തൊരവസ്ഥ എല്ലാം അനുഭവിക്കുന്നതിൻ്റെ പേരിലാണ് അതൊക്കെ പറയണത്. അങ്ങനെയാണ്. പിന്നെ ഓരോ വ്യക്തികളുടെയും സങ്കല്പം വിശ്വാസത്തിനടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും ഈശ്വരീയമായ അനുഗ്രഹങ്ങളെന്ന് പറയുന്ന മാതിരി അവർ ചെയ്യുന്ന കർമ്മത്തിന് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്.
അതൊരു ജീവാത്മാവിൻ്റെ അവരവരാൽ ഉള്ള സങ്കല്പവും അവരവരാലുള്ള വിശ്വാസമാണ് എൻ്റെ ഏറ്റവും പിന്നിൽ. എല്ലാത്തിനും പിന്നിൽ വിശ്വാസമാണ്. അതനുസരിച്ചിട്ട് ക്രിയേറ്റ് ആവുന്ന രീതിയിലാണ് നമ്മുടെ മനോ ഇന്ദ്രിയ ശരീരഘടനകൾ. നമ്മൾ എന്താവാൻ ശ്രമിക്കുന്നുവോ അതായിത്തീരും. അത്രയ്ക്കും പവറുള്ള ശക്തിയാണ് നമ്മളെ ശരീരത്തിനെ കൊണ്ടുനടക്കുന്നത്. അത് ഈ പ്രകൃതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു. അത് ആ ജീവാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു തപസ് പോലെ അതിന് പിന്നിലുള്ള സങ്കല്പവും ഇച്ഛാശക്തിയും ആവേശവും ദാഹവും മോഹവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം അടങ്ങിക്കൊണ്ട് അയാൾ എന്താവാൻ ആഗ്രഹിക്കുന്നുവോ സാഹചര്യങ്ങൾക്ക് അതേപോലെ തന്നെ അനുകൂലമായി വരികയും ആ അവസ്ഥയെ പ്രാപിക്കുകയൊക്കെ ചെയ്യാം. ആ രീതിയിലാണ് നമ്മളുടെ ശരീരഘടനയുടെ സൃഷ്ടി. മനസ്സിലായോ? അതുകൊണ്ട് അതിന് ശരീരം ഒരു ദിവ്യവസ്തുവാണെന്നൊക്കെ പറയുന്നത്. ദേഹവും ദേഹിയും ചേർന്ന് അങ്ങനെ ഓരോ കർമ്മ പദ്ധതികൾ സങ്കല്പിച്ച് ചെയ്യുമ്പോൾ അതായിത്തീരുന്നു. ആ ആവുന്നതിൻ്റെ പേരിലാണ് അതിൻ്റെ പിന്നിൽ ഒരു ദിവ്യമായ പ്രചോദനം, ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പ്രേരണ, എന്തോ ഒരു ഘടന ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈശ്വര വിശ്വാസത്തിലേക്ക് കിടക്കുന്നതും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഏതൊരു വ്യക്തി മറ്റൊരു ജീവാത്മാവ് ഈ പറയുന്ന പരിശുദ്ധിയോടുകൂടി ഈ വക സങ്കല്പത്തോടുകൂടി ആ ആത്മസാക്ഷാത്കാരം കിട്ടിയിരിക്കുന്ന ആ ചൈതന്യത്തെ അയാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇതിൻ്റെ ആ ഒരു പ്രോത്സാഹനം കിട്ടിയിരിക്കും. കാരണം എന്താ, ആ ചൈതന്യം അത് പരിഭാവനം പരിശുദ്ധമാണെങ്കിൽ അത് ട്രാൻസ്ഫോമർ പോലെയാണ്. ഞാൻ പറഞ്ഞു, അതിൽ നിന്നുള്ള എനർജി അയാളുടെ ഇച്ഛാശക്തി സങ്കല്പം അനുസരിച്ചിട്ട് അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് അതിൻ്റെ സങ്കല്പം എന്താണോ അതനുസരിച്ചുള്ള ഗുണങ്ങൾ അയാൾക്ക് ഉണ്ടാവും. അത് അയാളാണ് ചെയ്യേണ്ടത്. മനസ്സിലായേ? അയാളുടെ വിശ്വാസം മൂല്യരിക്കുന്നത്, അയാൾ എങ്ങനെ വിശ്വസിക്കുന്നുവോ, എങ്ങനെ അയാൾ സറണ്ടർ ചെയ്യുന്നുവോ അതനുസരിച്ചിട്ട് ആ പരിഭാവനമായി വന്ന അവസ്ഥയിൽ വന്നിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് അയാൾക്ക് എനർജി, ചൈതന്യം അയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് അയാൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ വിജയിക്കാൻ കഴിയുന്നു. ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിന് ധ്യാനം കൊണ്ട് ആ അവസ്ഥ പ്രാപിക്കാനൊക്കെ ഒരുപാട് ശ്രമം വേണം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു മഹാത്മാവ്, ആ ഒരു വ്യക്തിയെ മറ്റു ജീവാത്മാവ് ഏത് രീതിയിൽ കാണുന്നുവോ ആ രീതിയിലൂടെ തന്നെ അവിടെ നിന്ന് പ്രകാശിക്കും. അതയാളുടെ വിശ്വാസമാണ്. അതിവിടെ നിന്ന് അത് കിട്ടും. കാരണം ഇയാൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ആ അവസ്ഥയിലാണ്, നിർഗുണമായൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആർക്കും ചൈതന്യത്തെ സങ്കല്പിച്ചും കൊണ്ട് വിശ്വാസ പ്രമാണം അതിനെ സഹകരിപ്പിക്കാൻ കഴിയും. അവിടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഏത് അടിസ്ഥാനത്തിലാണോ അതനുസരിച്ചാണ് ഈ ശരീരത്തിൽ നിന്ന് എനർജി അതിലേക്ക് പോവുക, അയാളുടെ സങ്കല്പത്തിലേക്ക് വരിക. അങ്ങനെയാണ് ഈ ഫ്രീക്വൻസി എനർജിയുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗുരു അറിയണമെന്നില്ല. പക്ഷെ ഗുരു എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്, എന്നാൽ ഗുണമാണ്. അതൊരു അവസ്ഥയിലിരിക്കണമാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നണത്. ഇപ്പോൾ ട്രാൻസ്ഫോമർ വിചാരിക്കുക, അതിൽ നിന്ന് എത്രയോ കണക്ഷൻസ് എടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അത് ട്രാൻസ്ഫോമറിൽ എനർജി അതറിയുന്നുണ്ടോ? അതേമാതിരി പരമാത്മാവായി ബോധോദയം വന്ന ഒരാൾ അതിന് വിശാലമായൊരു അവസ്ഥയിലിരിക്കുന്നതാണ്. അതിനെ വിശ്വസിച്ച് ഓരോ വ്യക്തികൾ ജീവാത്മാവ് ഏത് രീതിയിൽ സങ്കല്പിച്ച് ഓരോ കാര്യങ്ങൾ നടത്തുന്നുവോ അതനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാം. അത് ഗുരുവിന് ബാധകമല്ല, ദൈവത്തിനും ബാധകമല്ല. അത് ആ ഉപയോഗിക്കുന്ന അയാളുടെ മാനസിക അവസ്ഥയും സങ്കല്പവും വിശ്വാസവുമാണ് എൻ്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഒരു വിഷയം ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിച്ചു. എനിക്കറിയുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, ഇവിടെ ആത്മസാക്ഷാത്കാര മുക്തി ആയ ഒരാൾ വിചാരിച്ചാൽ ഇവിടെ എല്ലാം നടക്കാമല്ലോ. ഇപ്പം മഴ പെയ്യണ്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല, വെയിൽ ഉദിക്കണ്ടെന്ന് പറഞ്ഞാൽ വെയിൽ ഉദിച്ചാൽ സൂര്യൻ ഉദിക്കണ്ടെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കില്ല. എല്ലാവരുടെ പ്രശ്നങ്ങൾ അയാൾക്ക് സ്ഥലത്തിരുന്ന് കൈകാര്യം ചെയ്യാം, മരണത്തെ അതിജീവിപ്പിക്കാം, രോഗപീഠാദികളൊന്നും ഇല്ലാതെ ലോകത്തെ നിലനിർത്താം, വ്യക്തികളെ നിലനിർത്താം. അപ്പോൾ ഇതിനിവിടെ ആധുനിക ഈ ശുശ്രൂഷകളും കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊന്നും എൻ്റെ ആവശ്യമൊന്നും വരില്ലല്ലോ. അയാളെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ നടക്കട്ടെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെയോ? അങ്ങനെയല്ല. ഇത്
ഒരു അടിസ്ഥാനത്തിൽ ഒരു ജീവാത്മാവ് അയാൾ ഏത് രീതിയിൽ ട്യൂൺ ചെയ്യുന്നുവോ ആ അർത്ഥത്തിലായിരിക്കും ഈ എനർജി അയാൾക്ക് വേണ്ടി ആ കർമ്മത്തിൽ ചിലപ്പോൾ പങ്കുവയ്ക്കാം. അത് അയാളുടെ വിശ്വാസം അവിടെ പ്രധാനം. അപ്പം അതിനോടുള്ള ആ ബന്ധവും താല്പര്യവും അതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയും പോലെ ആ എനർജി അയാൾക്ക് അവിടെ കിട്ടിയെന്നിരിക്കാം. ബാക്കിയെല്ലാം ചെയ്യുന്ന അവിടുത്തെ തന്നെ കാര്യങ്ങളാണ്. അയാളുടെ മനോവൃത്തി അനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാനും എനർജി മാത്രമേ ഇവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. ആ അവസ്ഥയാണ് അത്. അയാൾക്ക് വേണമെങ്കിൽ ഇപ്പം ഗുരുവിനെ ദേവത പല ഭാവത്തിലും രൂപത്തിലും ഒക്കെ അയാൾക്ക് ധ്യാനിച്ചാൽ അതേ രീതിയിൽ കാണാൻ പറ്റും. അതല്ല വിശ്വാസമാണ്. അയാളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ദർശനാത്മകമാകാനും അല്ലാണ്ട് ഉൾക്കൊള്ളാനൊക്കെ അയാൾക്ക് കഴിയും. അത് അയാളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം അവിടെ മനത അനുഭവിച്ചുകൊണ്ടിരിക്കണം, മുക്തനാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പോലൊന്നും അയാളെ ബാധിക്കില്ല. അപ്പോൾ എനർജി ബാഹ്യവും ആന്തരികവുമായി കണക്റ്റഡാണ് അയാൾ. എന്ന് പറഞ്ഞാൽ എങ്ങനെ സമുദ്രവും കുളവും ഒന്നായാലെങ്ങനെ, അങ്ങനെ പരമാത്മാവും ജീവാത്മാവും ഒന്നായാലെങ്ങനെ, രണ്ടൊന്നില്ലല്ലോ. ആ ഭാവത്തിൽ ഒരവസ്ഥയിലിരിക്കണോ ഗുരു അല്ലെങ്കിൽ ആ പുനരാവർത്തി വന്ന ഒരാൾ. അതിൻ്റെ സ്വഭാവം ആനന്ദമാണെന്ന് ആൾക്കറിയാം. ആ ആനന്ദത്തിൽ മുഴുകിയിരിക്കണം. അതാണ് ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയണേ. ഇപ്പം മനസ്സിലായല്ലോ. അതിൽ നിന്ന് വിശ്വാസ പ്രമാണം ആർക്കെങ്കിലും ആ ഗുരുപാദത്തിൽ ആ വ്യക്തിയിൽ ചെന്ന് അഭയം കൊണ്ടാൽ, ആശ്രയം കൊണ്ടാൽ, അയാളുടെ വിശ്വാസം അനുസരിച്ചിട്ട് അയാൾക്കത് ബോധ്യമാകും, പ്രകടമാകും. ഇപ്പോൾ മനസ്സിലായില്ലേ? അതിന് ഒന്നുമില്ല. കാരണം അതാണ്. അത് എടുക്കുന്നവർ ഉപയോഗിക്കുന്നവർ മാനസികാവസ്ഥയും വിശ്വാസം പോലെ ഇരിക്കും. അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മായാജാലങ്ങളും കൺകെട്ടുകളിലൊക്കെ സത്യമാവണ്ടേ? അല്ല. ഇനി അതല്ല, അയാൾ ഒരു ജീവാത്മാവ് പൂർണ്ണമായും ഇവിടെ പുനരുദ്ധാരണം വന്ന അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തിയിൽ പൂർണ്ണമായി സറണ്ടർ ചെയ്താൽ ഇയാൾ അനുഭവിക്കുന്ന, ആ വ്യക്തി അനുഭവിക്കുന്ന അതേ ആനന്ദം ഇയാൾക്ക് അനുഭവിക്കാം കഴിയും. ഇതൊക്കെ ഓരോ ജീവാത്മാവിൻ്റെയും മാനസികാവസ്ഥ പോലെയാണ്, വിശ്വാസം പോലെയാണ്, മനോധർമ്മം പോലെയാണ്. അയാൾ ഏതിനാണ് ദൃഢമായി എന്ത് സങ്കല്പിച്ച് ചെയ്യുന്നുവോ അതനുസരിച്ച് അതിന് ഫലം ഉണ്ടാവുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ കൊച്ച് അനുഭവം കൊണ്ട് മനസ്സിലായിരിക്കുന്നത്. അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചു. എല്ലാവർക്കും പ്രണാമം. ഓം ശാന്തി.